നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയും RSP സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ ഷിബു ബേബി ജോണാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് ഇന്ന് മീഡിയയിലൊക്കെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. സാറ് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. പ്രത്യേകിച്ചൊരു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ മൊഴികളുണ്ടായിരിക്കുന്നത്. സാർ, എങ്ങനെയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ഒക്കെ കാണുന്നത്? അല്ല, അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തുറന്നുകാട്ടലാണ്. അത് സിനിമാ രംഗത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചെങ്കിലും കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റം ആണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ വഴി പ്രതിഫലിക്കുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ നന്മയും തിന്മയും എല്ലാ മേഖലയിലേക്കും വരും. ഈ പറയുന്നത് ശരിയാണെങ്കിൽ സിനിമാ മേഖലയിലേക്കും അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സിനിമാ മേഖലയെ മാത്രമായി പരിമിതപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മുടെ ഇൻസെസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കെതിരെ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന പീഡനങ്ങളടക്കം മലയാളി സമൂഹത്തിൻ്റെ ഒരിക്കലും ഇല്ലാത്ത ഒരു സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപൊരിക്കലും ഇല്ലാത്തതുപോലുള്ള കുറ്റകൃത്യങ്ങൾ, പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇനി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പഠനങ്ങൾ ഒരു സിനിമാ മേഖലയിലെ മാത്രമായി പരിമിതപ്പെടുത്തി അവിടെ ആരെങ്കിലും വ്യക്തിപരമായി അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നതിലേക്ക് പരിമിതപ്പെടാതെ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ദൂഷ്യത്തെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് ഇത് വഴിതെളിക്കുകയാണെങ്കിൽ അത് ഗുണകരമാകും. ഇല്ലാത്തടത്തോളം കാലം ചിലരെയൊക്കെ തേജോധം ചെയ്തങ്ങ് പോവും, വീണ്ടും ഇതേ സ്ഥിതി തുടരും എന്ന് മാത്രമേ പറയാം. അല്ലേ, നമ്മളിപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പെട്ടെന്ന് സമൂഹമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. മാത്രമല്ല, നമുക്ക് സിനിമാ താരങ്ങളോട് കുറച്ച് അടുപ്പവും, സിനിമ എന്ന് പറയുന്ന ഒരു വേറെ തരത്തിലൊരു മായിക ലോകമായിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സിനിമയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ തൊഴിലിടങ്ങളിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഈ ശരിക്കും ഏറ്റവും ആധുനിക യുഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോഴും സ്ത്രീകൾക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആശാസ്യമല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിന് വലിയ നാണക്കേടല്ലേ? അല്ല, സ്ത്രീ ഒരു മേഖലയിലും സുരക്ഷിതമല്ല. നമ്മുടെ പഴയ സംസ്കാരം വെച്ച് സ്ത്രീകളെ ബഹുമാനിച്ചിരുന്ന ഒരു സംസ്കാരമാണ്. അവിടുന്ന് പുരോഗമനപരമായ ആശയങ്ങളും ഇടതുപക്ഷ ആശയങ്ങളൊക്കെ കേരളത്തിൽ വളരുന്നു എന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുമ്പ് ഏത് കാലയളവിനേക്കാൾ കൂടുതൽ ദുർബലാവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല, പക്ഷേ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും അത് സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, സിനിമ തീർച്ചയായിട്ടും സിനിമാ ലോകവും കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. എന്നിലും നിങ്ങളിലും എല്ലാം സമൂഹത്തിൻ്റെ എല്ലാ നന്മയും തിന്മയും നമ്മളിൽ എല്ലാവരും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ ആ ഇഷ്യൂ വേണം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവിടത്തേക്ക് ഇത് ഈ പറഞ്ഞതുപോലെ സിനിമാ മേഖല ഗ്ലാമറിൻ്റെയും ഇതിൻ്റെ മേഖല ആയതുകൊണ്ട് അതിന് കൊടുപ്പുന്തെങ്കിലും കൂട്ടി ഇത് പറഞ്ഞതുകൊണ്ട് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതമല്ല, സർക്കാർ സംവിധാനത്തിൽ സുരക്ഷിതരാണ്. ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സുരക്ഷിത ഇല്ലായ്മ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയാണ്. പക്ഷേ ഈ സർക്കാർ സ്ഥിരം നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നതെന്നും ഈ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നൊക്കെയാണ്. പക്ഷേ ഈ 4.25 വർഷമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാലം എന്തിനാണ് ഇത് പൂഴ്ത്തി വെച്ചത്? ആരെ സംരക്ഷിക്കാനാണ്? തീർച്ചയായിട്ടും അത് ഉത്തരം പറയേണ്ടത് ഗവൺമെൻറ്റാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നെങ്കിൽ അത് സമൂഹത്തിന് ഗുണകരമായ മാറ്റത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എന്നേ അവർ ഭയം കൂടാതെ വിടുമായിരുന്നു. പക്ഷെ സർക്കാർ ഇത് പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ? ഏറ്റവും കൂടുതൽ മുൻപൊരിക്കലും ഇല്ലാത്ത പോലെ ലൈംഗിക അരാജകത്വം നിൽക്കുന്നു എന്നത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്.
അത് പക്ഷെ അത് വരുമ്പോഴത്തേക്കിനും തേച്ചു മാറ്റി കേസാകാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അന്നേരം ഈ സ്ത്രീ സുരക്ഷ, പെരുമ്പാവൂരെ ഒരു ജിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആ കൊലപാതകവുമാണ് 2016 ഇലക്ഷന്റെ മെയിൻ ഒരു വിഷയമായി മാറിയതും ഒരുപക്ഷെ ഭരണത്തിലേക്ക് വരാൻ ഒരു നിഷ്പക്ഷ സമൂഹം എല്ലാം അവരുടെ നിലപാടിനോടൊപ്പം അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റിനെതിരെ നിലപാടെടുത്തതാണ്. അതിനുശേഷം അന്ന് ഒരു ജിഷയായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വാർത്തയല്ലാതായി മാറുന്ന ഒരു ഇതിലേക്ക് വേണ്ട. ആ ഗവൺമെന്റ് പറയുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട് ഇത് പുറത്തു വിട്ടില്ല എന്നുള്ളതിന്റെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഡ്യൂ ആണ്. ഇവ സജി ചെറിയാൻ അതിനെക്കുറിച്ച് പറയുന്നത് എല്ലാ മേഖലകളിലും മുതലാളിത്തം വളർന്ന് വികസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ നമ്മുടെ സിനിമയിൽ വന്നിരിക്കാമെന്നും അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനകത്ത് അങ്ങനെ അവസ്ഥയുണ്ടോ? അല്ലല്ല, അവിടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു വൈരുദ്ധ്യം. ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർഭരണം കിട്ടി. ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർഭരണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ആശയം ഇവിടെ കൂടുതൽ പ്രബലമായത് കൊണ്ടാണല്ലോ താത്വികമായി നമ്മൾ അവലോകനം ചെയ്താൽ. പക്ഷേ മറിച്ച് ഈ മുതലാളിത്ത സംവിധാനത്തിന്റെ എല്ലാ ദൂഷ്യങ്ങളും തന്നെയാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുള്ള അംഗീകാരമാണ്. അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് പറയാൻ ഒക്കുവോ അവര് 8ാം വർഷം ഭരിക്കുമ്പോൾ ഇവിടെ മുതലാളിത്തത്തിന്റെ പിടിമുറുക്കുന്നു എന്നൊക്കെ പറയുന്നത്? അതൊക്കെ ഈ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയെ പറയുന്നതായിട്ടുള്ളൂ. ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റ് ഇത് അഡ്രസ് ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താണ് വാട്ട് ഇസ് ദ ക്രക്സ് ഓഫ് ദ പ്രോബ്ലം എന്നുള്ള റിയാലിറ്റിയെ അഡ്രസ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്യൂഡോ മോറൽ സ്റ്റാൻഡേർഡ്സ് വെക്കുന്നത് ഒരു ഭാഗത്ത് ഇതൊക്കെ നടത്തുമ്പോഴത്തേക്കിന് മറുഭാഗത്ത് എന്താ നമ്മുടെ ഈ മോറൽ പോലീസിങ് നടക്കുന്നതും ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ തലമുറ കാണുന്ന ലോകം എങ്ങനെയാണെന്നും അവിടെ ഏത് നിലയിൽ വേണം നമ്മൾ നിലപാടുകൾ കൈക്കൊള്ളേണ്ടതെന്നുള്ളത് അതിൽ നിന്നുകൊണ്ട് ഇപ്പോൾ മുതലാളിത്ത രാജ്യങ്ങളിൽ റേപ്പ് നടക്കുന്നെന്ന് പറയുന്നു. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ പക്ഷെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവിടെ ഇതിനേക്കാൾ സ്ത്രീക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള, തൻ്റെ അടുത്തോട് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ ഉണ്ടാകുന്നെങ്കിലും തീർച്ചയായിട്ടും അത് ഉണ്ടാകുന്നു എന്നുള്ളത് കുറെ കൂടെ റൈറ്റ്സിന് വേണ്ടി സംരക്ഷിക്കപ്പെടുന്ന അവിടാണ് എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു പൊളിറ്റിക്കൽ വിഷയം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും ഇപ്പോൾ KTDCയുടെ ചെയർമാനുമായിരിക്കുന്ന PK ശശിയെ പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തിയിരിക്കുന്നതാണ്. ധനാഭരണമാണ് ഇത്തവണ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. നമുക്കറിയാം 2019 നവംബർ 26 ഇതേ PK ശശിനെ തന്നെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരു സസ്പെൻഡ് ചെയ്തൊരു കാര്യം. അത് DYFIയുടെ അവരത് തന്നെ സംഘടനയായ DYFIയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്നായിരുന്നു. ഈ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്ന PK ശ്രീമതി അതുപോലെ തന്നെ AK ബാലൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയൊന്നും തീവ്രമല്ലാത്ത പീഡനം എന്നായിരുന്നു. ഒരു ഭാഗത്ത് സ്ത്രീകളെ സംരക്ഷിക്കുമെന്നും സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നു പറയുകയും അതേസമയം തന്നെ PK ശശിയെ പോലെയുള്ള ശശിയെ പോലെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെടുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുകയും ചെയ്തു. സാർ എങ്ങനെ നോക്കിക്കാണല്ല? അത് തന്നെയാണ് അതിന്റെ വൈരുദ്ധ്യം. ഇന്ന് തന്നെ ശശിയുടെ പേര് ഉയർന്നു വന്നത് ഒരർത്ഥത്തിൽ ഒരു കാവ്യനീതിയായിട്ട് ഞാൻ കാണുന്നു. ഇവര് നിസ്സാരമാണെന്ന് പറഞ്ഞ റിപ്പോർട്ട്, എന്റെ വിശദാംശങ്ങൾ ഞാൻ മറന്നു ഇത്രയും വർഷമായിട്ട്. തീവ്രത പറഞ്ഞത് ആ പെൺകുട്ടി അവിടുന്ന് അലറി വിളിച്ചോണ്ടിറങ്ങി ഓടിയെന്നാണ് അന്ന് കേട്ടത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇറങ്ങി ഓടുന്നത് തീവ്രമല്ല എന്ന് തോന്നുന്ന അത് PK ശ്രീമതിക്കാ തോന്നി. അതാ അവർക്ക് തോന്നുമ്പോൾ എന്താണ് ഇവരുടെ നിലപാട്? ഞാൻ പറഞ്ഞത് സ്ത്രീ സംരക്ഷണം എന്ന് മാത്രമല്ലല്ലോ, ഒരു പ്രോഗ്രസീവ് സമൂഹത്തിന്റെ അല്ലെങ്കിൽ അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരതല്ല എന്ന് തെളിയിക്കുന്നില്ലയോ? അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നമ്മുടെ കപട സദാചാര സങ്കല്പങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേതാവിനെതിരെ നിലപാടെടുക്കാൻ സാധിക്കാത്ത തൻ്റെ ഇടം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് ജീർണത ആ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് PK ശശിയെക്കുറിച്ച് അപഹരണത്തിന് കേസെടുക്കുമ്പോൾ ഞാൻ ശശിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് ശശി വരുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാതയിൽ ധനം സമ്പാദിച്ചോളാൻ തന്നെയാണ്. മോന്തായം വളഞ്ഞാൽ 64 വളയും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ എക്സാമ്പിളാണ് ഈ ശശി എന്ന് പറയുന്ന വ്യക്തി.
കാരണം പണം സമ്പാദിക്കുന്ന അതിന് കയ്യോടെ പിടിക്കപ്പെട്ടാലും 8 മണിക്കത്തെ ചാനലിൽ വന്നിരുന്ന് ഒരു യുക്തിയെ, മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ന്യായീകരണവുമായി ഒരു പ്രസ്ഥാനം പോകുമ്പോൾ, ക്യാപ്സ്യൂളായിട്ട് പോകുമ്പോൾ അത് കണ്ടുകൊണ്ടാണ്. ഇതൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടും അവിടെ ഒരു മുഷ്കിനോടും ഗുണ്ടായുസത്തിനോടും അധികാര ദുർവിനിയോഗത്തിനോടും ഒക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും 2011 VS ഗവൺമെന്റ് അവസാനിക്കുന്നിടം വരെ താഴെ തട്ടിലോട്ട് അഴിമതി എന്നുള്ളത് ചിന്തിക്കാനൊക്കത്തില്ലായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തു പോകായിരുന്നു. ഇന്നൊരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടോ DYFIയുടെ ഒരു പ്രാദേശിക നേതാവായിട്ടോ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം സുരക്ഷിതമാകുന്ന നിലയിലേക്കുള്ള പണം സമ്പാദിക്കാനുള്ള വേദിയായിട്ട് ബഹുഭൂരിപക്ഷം എല്ലാവരും അന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത് ആ ഒരു സംസ്കാരം അതിനകത്ത് വന്നു. അതുകൊണ്ടല്ലേ ഇത് നമുക്ക് മുമ്പുള്ളതാണോ പാർട്ടി ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ, ഒന്ന് പാർട്ടി ഫണ്ടിൽ നിന്ന്, ഒന്ന് വേറെ നിർമ്മാണത്തിൽ നിന്ന് 10 വേറെ ഇന്ന് 10-20 ലക്ഷം രൂപ മാറ്റി. ഇത് ഇപ്പൊ പിടിക്കപ്പെട്ടയാണ്. ഇത് അല്ല എത്ര കോടിയായിരിക്കും അല്ലാതെ ഉണ്ടാക്കിയത്? ഒരു കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിനാമി 5,49,00,000 രൂപയുടെ ഷെയർ വിരിച്ചിട്ടെന്നാ പറയുന്നത് അതിനു വേണ്ടിയിട്ട്. അല്ല അന്നേരം ഇതിന്റെ ഒരു മാറ്റം നിങ്ങൾ ആലോചിക്കണം. പണ്ട് നമ്മുടെ ശക്തിധരൻ പുറത്തു കൊണ്ടുവന്ന ഇത് കൈതോലപ്പായിൽ എത്ര 2 കോടി എന്തോ കൊണ്ടുപോയി ഇന്നോവ കാറിൽ കൊണ്ടുപോയില്ല. അതെ, അന്ന് കൊണ്ടുപോയ കാര്യം പറയുന്നത് 15 വർഷം മുമ്പ് ഏറ്റവും ഉന്നതനായ നേതാവ് കൊണ്ടുപോയത് 2 കോടി രൂപയാണ്. ഇത് പുറത്തു വന്ന സമയത്ത് തന്നെ മറ്റൊരു വാർത്ത വന്ന് ഇപ്പൊ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കൈക്കൂലിയായിട്ട് ചോദിച്ച 2 കോടി രൂപ ഒരു ക്വാറിക്കാരൻ്റെ കയ്യിൽ നിന്ന്. അതായത് ആ ഒരു മാറ്റം ആ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നോക്കൂ, കണ്ണൂരിൽ ഇതേപോലെയുള്ള വലിയ ആരോപണം വരുന്നു. അവിടെ കള്ളക്കടത്ത് സംഘം, സ്വർണം പൊട്ടിക്കൽ സംഘമായിട്ട് പാർട്ടിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു. നമ്മൾ കോഴിക്കോട് വരുമ്പോഴേക്ക് PSC മെമ്പർഷിപ്പ് തരാം, അംഗത്വം തരാമെന്ന് പറഞ്ഞുകൊണ്ട് 22 ലക്ഷം രൂപ കൈക്കൂലി മേടിക്കുന്നു. മൊത്തം 60 ലക്ഷം രൂപ പറയുന്നു. നമ്മൾ പാലക്കാടേക്ക് വരുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള വിഷയം, എറണാകുളത്ത് വരേക്ക് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വലിയ ധനാപകരണത്തിൻ്റെയും അഴിമതിയുടെയും കഥകൾ മാത്രമാണ് ഈ CPM-മായി ബന്ധപ്പെട്ട്. ഇപ്പം സാറൊക്കെ ഇതിൻ്റെ ഒരു ചെറുപ്പകാലത്ത് CPM അതുപോലെ തന്നെ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് നേരിൻ്റെ പക്ഷം എന്നൊക്കെയായിരുന്നു അറിയുന്നത്. ഇന്നത്തെ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇദ്ദേഹം തന്നെ KTDCന്റെ ചെയർമാനായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. വളരെ ഷൊർണൂർ MLA ആയിരുന്ന അദ്ദേഹത്തിന് പിന്നീട് നമ്മൾ കാണുന്നത് KTDCന്റെ ചെയർമാനായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ഇവർ വീണ്ടും വീണ്ടും അക്കമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് പറഞ്ഞ ആ ഒരു സംസ്കാരം മാറിയതാണ്. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇത്തരം ആൾക്കാരെ വേണം എന്നുള്ള നിലയിലേക്കായി. പിന്നെ അതിൻ്റെ ആ ചെറുപ്പക്കാരുടെ ഇപ്പം മലബാറിലെ പൊതുവെ നല്ല കമ്മ്യൂണിസ്റ്റുകളായിട്ട് ഒത്തിരി പേരുണ്ട്. അവിടെ ഈ പാർട്ടിക്ക് വേണ്ടി വെട്ടും കുത്തും കൊലപാതകം ഒക്കെ നടത്തുന്നു പറഞ്ഞാൽ നല്ല കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള ഒരു കുറച്ചൊക്കെ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അവരുടെ ശബ്ദം ദുർബലമായില്ലേ? ഇന്ന് ഈ പറയുന്ന പോലെ ഏത് ആന്റി സോഷ്യൽ ഇടപാടുകൾ നടത്തുന്നവർ ജയിലിൽ കിടന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നേരത്തെ പറഞ്ഞത് നമ്മളെപ്പോഴും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിലും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവന്റെ ഒരു സാഹസികത നമുക്കറിയാവുന്നതാണ്. അവന്റെ ബുദ്ധി ഇത് ചെയ്ത് ഇതിന്റെ എല്ലാ കടമ്പകളും കടന്ന് സ്വർണ്ണം പുറത്തെത്തിക്കുന്നത്. അവിടുന്നാണ് അവൻ്റെത് അടിച്ചോണ്ട് പോകുന്നത്. അത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ബുദ്ധിയോടെ സാഹസികയോടെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം അവിടുന്ന് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പുത്തൻ സംസ്കാരം, പുത്തൻ ധന ഉണ്ടാക്കുന്ന രീതി ഇവിടെ വന്നിരിക്കുന്നു. അതിനെല്ലാം പേട്രണേജ് ഇവരുടെയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ പ്രദീപ് കോട്ടൂളിയുടെയും മറ്റേ കണ്ണൂരിലെ മനു തോമസിൻ്റെയൊക്കെ, ഞാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഈ നല്ല കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള നിശബ്ദരായിട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ആരെങ്കിലും നേതൃത്വം കൊടുത്ത് ഈ പോക്കിനെ കുറിച്ചുള്ള ഒരു തിരുത്തൽ വാദം ഉണ്ടാകും. പക്ഷെ നിർഭാഗ്യവശാൽ ഇതിൽ വന്ന ചർച്ചയൊന്നും അതല്ല. ഇത് കായംകുളം കൊച്ചുണ്ണി ഗ്രൂപ്പ്, ഇത്തിക്കര പക്കി ഗ്രൂപ്പ് എന്നുള്ള നിലയിലേക്ക് ഈ കൊള്ള മുതലിനെ സംബന്ധിച്ചിട്ടുള്ള ഗ്രൂപ്പുകളാണ്. പ്രദീപ് കോട്ടൂളി 22 ലക്ഷം രൂപ വാങ്ങിച്ചെങ്കിൽ, 60 ലക്ഷം രൂപ ചോദിച്ച് 22 ലക്ഷം വാങ്ങിച്ചെങ്കിൽ പ്രദീപ് കോട്ടൂളിക്ക് ഒരു PSC മെമ്പർ ആക്കാൻ ഒക്കത്തില്ലല്ലോ. അതിന്റെ അയാളുടെ വളരെ ഏറിയ കമ്മിറ്റി മെമ്പർ മാത്രമാണ്. അയാളുടെ മുകളിൽ ആർക്കാണ് ഇത് കൈമാറിയത്? ആരുടെ തൻ്റെ ധൈര്യത്തിലാണ് പുള്ളി ഇത് ചെയ്തത്? അവിടെയും രണ്ട് പ്രബലമായ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വടംവലിയിലാണ് ഇത് പുറത്തു വന്നത്. മനു തോമസിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. അമ്പാടി ബ്രദേഴ്സിന്റെ അമ്പാടി മുക്ക് സഹാക്കളുടെ ഇപ്പൊ വന്നേക്കുന്ന P. ജയരാജന്റെ ഏറ്റവും വിശ്വസ്തൻ വന്നു എന്ന് പറയുമ്പോൾ
ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ എം വി ജയരാജൻ ഒരു മാസം മുമ്പ് നടത്തിയത്. പത്രസമ്മേളനം നടത്തി. നമുക്കറിയില്ല ആരാണ് പോരാളി അന്ന് പി ജയരാജന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ലക്ഷ്യം വെച്ചത് പി ജയരാജനെയാണ്. കാരണം ഈ അമ്പാടിമുക്ക് സഹാക്കൾ എന്ന് പറഞ്ഞത് പേരെടുത്ത് പറഞ്ഞതാണ്. അതും മറ്റേ ഷാജി, പോരാളി ഷാജി, ഇതെല്ലാം പേരെടുത്ത് എം വി ജയരാജൻ പറഞ്ഞപ്പോൾ അത് പി ജയരാജനുമായിട്ടുള്ള വഴക്കാണ് അവിടെ പ്രതിഫലിച്ച് പുറത്തു വന്നത്. അന്നേരം ഇതിലൊന്നും ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് CPM തയ്യാറാകുന്നില്ല. അവര് ഒരു പുതിയ സംസ്കാരം അങ്ങ് വളർത്തിയെടുത്തു. അത് ഈ നാടിനെ ഇപ്പം നയിക്കുന്നവർ തന്നെ ഇത് ചെയ്താൽ വെറുതെ ചുറ്റിൽ നിൽക്കുന്ന വെറുതെ ചെറുപ്പക്കാരായിട്ടുള്ളവരും കാണാൻ നല്ല രീതിയല്ലയോ. നീ അവർ ഇതിന് പോയാൽ മതിയല്ലോ, പെട്ടെന്ന് കാശ് കിട്ടുമല്ലോ. അല്ല, ആ രീതിയിലായി കഴിഞ്ഞപ്പോൾ ആ രീതിയിലായി എല്ലാ പ്രദേശങ്ങളിലും കുറ്റകൃത്യങ്ങൾ കൂടുന്നെങ്കിൽ അവരുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി കുറെ പേരങ്ങ് കയറുകയല്ലേ. ഓരോ തലത്തിലുള്ളവരും കോടാനുകോടിയാണ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ DYFIയിൽ വരുന്നവർക്ക് എന്ത് അനധികൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതൊരു തെറ്റായ മാതൃക സൃഷ്ടിക്കുകയാണ്. അവിടെ ഒരു തിരുത്തൽ പ്രക്രിയ ഉണ്ടാകുന്നില്ല എന്ന് ദൗർഭാഗ്യകരമാണ്. അല്ല, പക്ഷേ ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ വടകരയിൽ ഈ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDFിന്റെ സ്ഥാനാർത്ഥിയായി വന്നത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ ഏറെ സ്വീകാര്യതയുണ്ട് എന്നുള്ള വലിയൊരു ചർച്ചയ്ക്കിടയിലാണ് അവരെ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്. പക്ഷെ അവിടെ വളരെ വളരെ മോശം, ഒരിക്കൽ പോലും കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഇലക്ഷൻ പ്രചരണങ്ങളാണ് നടന്നത്. അവിടെ വ്യാജമായ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നു. ഈ അശ്ലീല ചിത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വലിയൊരു പ്രചരണം നടക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ഈ കാഫിറിനെ ഇവിടെ നിന്ന് ജയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ CPMന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകളുടെ ഭയങ്കരമായ കുബുദ്ധിയാണ് പ്രവചനം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ അവർക്ക് പറ്റുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് കുൽസിത മാർഗങ്ങൾ എന്ത് ചെയ്യും? പണ്ടൊക്കെ കള്ളവോട്ട് വലിയ രീതിയിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ട് പഴയതുപോലെ നടക്കുന്നില്ല, എന്നാലും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ തലശ്ശേരിയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോൾ അവിടെയുള്ള ആ പയ്യൻ പറഞ്ഞത്, സാറേ എന്ത് പറ്റി, ഞാൻ ചെയ്ത് 4 വോട്ട്, പിന്നെ എവിടുന്നാ ഇതെല്ലാം 4 വോട്ട് ചെയ്തെന്ന് വോട്ട് ചെയ്തതിന് ചിലപ്പോൾ UDFിന് വേണ്ടിയാണ് ചെയ്തത്. അല്ലല്ല, ചെയ്ത പാർട്ടിക്ക് വേണ്ടി. എന്നിട്ടും എന്ത് പറ്റിയെന്നാ പുള്ളിയുടെ ആശങ്ക. പുള്ളി 4 വോട്ട് ചെയ്ത് ഇതുപോലെ എത്രയോ പേര് ചെയ്തു. അന്നേരം കള്ളവോട്ട് ഇല്ല എന്നല്ല, പഴയതുപോലെ ഒരു ബൂത്ത് ക്യാപ്ചറിങ് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അന്നേരം അന്ന് അത് ഒരു അവകാശമാണ്, ജനാധിപത്യത്തിൽ വിജയിക്കുന്നതിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ച ഒരു സംസ്കാരമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി സോഷ്യൽ മീഡിയ വന്നോടെ തേജോവധം ചെയ്ത് എന്ത് വൃത്തികെട്ട മാർഗവും കൂടെ. പക്ഷെ ഇതിൽ എന്നെ വേദനിപ്പിക്കുന്നത് BJP എനിക്കൊരു ആനുകൂല്യം ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ പ്രത്യക്ഷത്തിൽ വർഗീയത പറയുന്നവരാണ്. ഞങ്ങൾ വർഗീയവാദികളാണ് തന്നെ പ്രഖ്യാപിച്ചോണ്ട് അത് തന്നെ അവരുടെ ഹിന്ദുത്വ അതിന്റെ പ്രചാരകരായി നിൽക്കുകയാണ്. അത് നമ്മൾ അരോചകമായി കാണുന്നത്. പക്ഷെ ഇവിടെ മതനിരപേക്ഷ സംരക്ഷിക്കുന്ന അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പോരാളികൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് പോലും നാണക്കേട് തോന്നുന്ന നിലയിലേക്കുള്ള അല്ലല്ല ആ പ്രചരണ രീതിയിൽ അന്ന് മുസ്ലിം സംരക്ഷകർ എന്നുള്ള നിലയിൽ അവർക്ക് യുക്തിയില്ലാത്ത ഒരു സമൂഹം എന്നുള്ള നിലയിലേക്ക് പോലുമായിരുന്നു പിണറായിയുടെ പ്രചരണം. അവരുടെ സംരക്ഷണം ഈ പിണറായിയാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നത്. 2 സെമിനാറുകൾ നടത്തിയിട്ടുണ്ട് കോഴിക്കോട്. അതെ അതെല്ലാം അത് മാത്രം ലക്ഷ്യം ഇട്ടുകൊണ്ട് പോയവര് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു മതേതരവാദിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നപ്പോഴത്തേക്കിന് ഇവരുടെ തനി സ്വഭാവം പുറത്തു വന്നില്ലേ? ഒരു സമുദായത്തിൽ ഒരു വിഭാഗത്തെ ആകെ ഒറ്റുകൊടുത്തതല്ലേ? കേരളീയ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നില്ലേ? ഇത് ഈ നിലയിലേക്ക് ആ ചെറുപ്പക്കാരൻ ഹുസൈൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എൻ്റെ മൊബൈൽ പരിശോധിച്ച് നോക്കൂ, ഇതിനകത്തൊന്നുമില്ല, എന്നിട്ടും അവനെ പ്രതിയാക്കി. എന്നിട്ട് അവൻ ഹൈക്കോടതിയിൽ പോയത് ഒറ്റ കാര്യം കൊണ്ടാണല്ലോ കേരളീയ സമൂഹത്തിൽ ഇത്രയുമെങ്കിലും വൈറ്റ് വാഷ് ചെയ്ത റിപ്പോർട്ടാണെങ്കിലും ഇത്രയുമെങ്കിലും പറയേണ്ടി വന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് ഇത്രയും പറയേണ്ടി വന്നു. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വീണ്ടും മുസ്ലിം ഹിന്ദു ധ്രുവീകരണത്തിലേക്ക് പോകും. വലിയ അപകടകരമായിട്ടുള്ള തലശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് വർഗീയ കലാപം നടന്ന സ്ഥലം കൂടിയാണ്. അന്നേരം അവിടെ ഈ മുസ്ലിം സമുദായത്തെ ഇതുപോലെ ഒറ്റുകൊടുത്ത ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടി അവരുടെ സംരക്ഷകരുടെ ഇത് പടച്ചിട്ട അണിഞ്ഞുകൊണ്ട് വന്നവർ തന്നെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇത് വരുന്നു. അവിടെ നേരെ ഹിന്ദു മുസ്ലിം ഇതുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ശൈല ടീച്ചറിനെ കാഫിർ എന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ വിളിച്ചെന്ന് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ചെയ്യുന്നു.
എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വൈകിട്ട് കുറേ എണ്ണം വന്നിരിക്കുന്ന കാണുമ്പോൾ അല്ലെ, ഗോവിന്ദമാഷ് പോലും ഇന്നലെ എന്താ പറഞ്ഞത്, ഇതിന്റെ പിറകിൽ അദ്ദേഹം വീണ്ടും പറയുന്നത് UDF ആണെന്നും ഇത് കൃത്യമായി കേസന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഗോവിന്ദമാഷ് ഇന്നലെയും കൂടി പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് എന്തായി മലയാളിക്ക് ബുദ്ധിയില്ല എന്നുള്ള ചിന്തയാണ് ഇവർ നയിക്കുന്നത്. ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത്. പോലീസിൽ പരാതി കൊടുത്ത അവർ, അന്വേഷണവുമായി മുന്നോട്ട് പോയവർ, ഹുസൈനെ അറസ്റ്റ് ചെയ്ത് കേസിൽ പ്രതിയാക്കിയതവർ, ഇതെല്ലാം വന്നു വസ്തുത വന്നപ്പോൾ തിരിച്ചാണ്. ആർക്കും മനസ്സിലാകുന്നതായിട്ട് ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. എങ്ങനെ ഇവർക്ക് ഇത് വന്ന് പറയാൻ പറ്റുന്നു? മലയാളി പൊതുസമൂഹത്തെക്കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ്? വളരെ ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ പോരാളി ഷാജി, അതുപോലെ തന്നെ അമ്പാടിമുക്ക് സഹാക്കൾ, പിന്നെ കൊണ്ടോട്ടി സഹാക്കൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്രൂപ്പുകളുണ്ടെന്നും ഈ ഗ്രൂപ്പുകളൊന്നും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന ഈ ഒരു ഒറ്റ മാസം മുന്നേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MB ജയരാജൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത്. പക്ഷെ ഇപ്പോൾ കേസൊക്കെ എത്തി നിൽക്കുന്നത് എല്ലാം അറിയപ്പെടുന്ന DYFI നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ പ്രഗത്ഭരായ CPM നേതാക്കന്മാരുടെ അനുയായികളുടെയൊക്കെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ടും ഇവർ പറയുന്നത് ഞങ്ങളല്ലാന്ന്. ഇതിനെങ്ങനെയാണ് സത്യം? അവർക്ക് മാത്രമേ മറുപടി പറയാനൊക്കത്തുള്ളൂ. അവർ ഒരുപക്ഷെ ഇന്നും അവർ ജീവിക്കുന്ന കാലഘട്ടം ദേശാഭിമാനി മാത്രം വായിച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം അവരെ അഡ്രസ്സ് ചെയ്ത രീതിയിലാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദേശാഭിമാനിയും കൈരളിയും മാത്രം വിശ്വസിക്കുന്നവർ. അതല്ല ഇന്നത്തെ തലമുറ, ഇന്നത്തെ കേരളം അതല്ല. അവരിത് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു തിരിച്ചടി ഉണ്ടായത്. അതിരൂക്ഷമായ, ഞാൻ നേരത്തെ പറഞ്ഞ മലബാറിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ ഇന്നും ബഹുമാനത്തോടുകൂടി കാണുന്നു. കാരണം മലബാറിലേക്ക് പോയപ്പോൾ BJPയിലേക്ക് കുറച്ച് വോട്ടേ പോയുള്ളൂ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഭൂരിപക്ഷ സമുദായം CPMനെ പിന്തുണച്ചുകൊണ്ടിരുന്ന പരമ്പരാഗത വിഭാഗങ്ങൾ വോട്ട് ചെയ്തത് UDFനാണ്. പാലക്കാട് മുതൽ അങ്ങോട്ടുള്ള മലബാർ ഏരിയയുടെ ഭൂരിപക്ഷം 2019 വർദ്ധിച്ചെങ്കിൽ അവിടുത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഈ ആപത്ത് മനസ്സിലാക്കിക്കൊണ്ട് UDFന് വോട്ട് ചെയ്തു. തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് CPMന്റെ പ്രചരണമാണ്. ആർക്കാണേലും ഈ കാലം BJP ഒരു ഭാഗത്ത് ഭയങ്കരമായി ഹൈന്ദവ വികാരം വളർത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതെല്ലാവരുടെയും ഉപബോധ മനസ്സിനെ സ്വാധീനിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് വന്ന് ഒരു യുക്തിക്ക് നിരക്കാത്ത നിലയിൽ മുസ്ലിം വോട്ടിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ടാക്കി ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ പ്രചരണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മുസ്ലിം സമുദായത്തിന് പോലും നാണക്കേട് തോന്നുന്ന ഒരു പ്രചരണം നടത്തിയതാണ്. ഓട്ടോമാറ്റിക് റിയാക്ഷൻ വന്നു. ആ BJPയോടുള്ള തൊട്ടുകൂടായ്മ ഇല്ലാതെ പോയി. CPMന്റെ പിണറായി വിജയന്റെ ഏതേലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ച ഒരു പ്രസംഗം, രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം ഉണ്ടായി. നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറാകാത്തപ്പോൾ നരേന്ദ്രമോദിയോടുള്ള സ്വീകാര്യത അതിനെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ ആൾക്കാരുടെ ഇടയിലുണ്ടായി. അവിടെ CPM അല്ലേ കുറ്റക്കാര്? അല്ല, ഇപ്പൊ തൃശ്ശൂരിലെ വിജയം പോലും യഥാർത്ഥത്തിൽ അതിന്റെ ഒരു തൃശ്ശൂരെ വിജയത്തിൽ 2 ഘടകങ്ങളുണ്ട്. തൃശ്ശൂരെ വിജയം എന്നെ അങ്ങനെ ആശങ്കപ്പെടുത്തുന്നില്ല. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ ഒരു വോട്ടുകൂടെ അതിനകത്തുണ്ട്. തീർച്ചയായും സംഘപരിവാർ ശക്തിപ്പെട്ടു എന്ന് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. തൃശ്ശൂരെ മാത്രം കണ്ടുകൊണ്ട് അത് തോന്നുന്നു അങ്ങനെ ഒരു അപകടകരമായ. പക്ഷെ എനിക്ക് തൃശ്ശൂരേക്കാൾ ആശങ്ക ഉണ്ടാക്കുന്നത് ആറ്റിങ്ങലാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലം കേവലം 15,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ BJP എത്തി. ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ വലിയ പ്രമാദീതമായി വോട്ട് വർദ്ധിച്ചു. കൊല്ലത്ത് ഒരിക്കലും ഇല്ലാത്ത സ്വാധീനം ഇല്ല എന്ന സമയത്തും 60,000 വോട്ട് വർദ്ധിച്ചു. ഈ തിരുവിതാംകൂറിലേക്ക് വരുന്ന വോട്ട് വർധന അത് CPMന്റെ ബേസ് റോഡിലാകുന്നു. അത് UDFിലേക്ക് വരുന്നില്ല, BJPയിലേക്ക് പോകുന്നു എന്നുള്ളത് എന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. തൃശ്ശൂർ ബൈ ഇറ്റ്സെൽഫ് എനിക്ക് ആശങ്കയില്ല. അതൊരു സെലിബ്രിറ്റിക്ക് കിട്ടാവുന്ന മാത്രമല്ല, അദ്ദേഹം അവിടെ വളരെ കാലമായിട്ട് നിന്നു ചെയ്തു. ഈ പറഞ്ഞ കുറെ ഏറ്റെടുക്കുന്നു. പലപ്പോഴും ചിലർക്കൊക്കെ അല്പം അദ്ദേഹം പറയുന്നതൊക്കെ വിവരക്കേടാൻ തോന്നിയാലും മറ്റു ചിലർക്ക് അത് ചിലപ്പം ഒരു പാവം പിടിച്ചവനൊരു തോന്നലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷെ തൃശ്ശൂർ അടക്കം അന്തിക്കാട് പോലൊരു എവിടെയും BJP ലീഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇത്രയേറെ വേരോട്ടം ഉണ്ടായ അന്തിക്കാട് പോലെ സമരങ്ങളൊക്കെ നയിച്ചൊരു സ്ഥലത്ത് BJPക്ക് ഭയങ്കരമായി വോട്ട് ഷെയർ വർദ്ധിക്കുന്നു പറയുന്നത് അവിടെ ഒന്നാമത് വന്നു. അപ്പം പല സ്ഥലങ്ങളിലും ഒന്നാമത് വന്നു. നമ്മളിപ്പം കണക്കെടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ ഏതാണ്ട് 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താണ്.
ഇത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മറ്റൊരു ഒരു മാറ്റമാണ് ഇത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഈ 8 വർഷത്തെ ഒരു ഭരണം കൂടി പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ മതനിരപേക്ഷ നിലപാട് എന്നുള്ളതാണല്ലോ കേരളം എന്നും. അതാണ് പണ്ട് വടകര മോഡലിനെ തോപ്പിച്ചതാണ് കേരളം. അതെ അതെ അതെ. LDF വലിയ ബേപ്പൂരും വടകരയും അതിനെ തോപ്പിച്ച ഒരു സമൂഹമാണ്. ആ സമൂഹം ഇങ്ങനെ മാറുമ്പോൾ അതിന് ഉത്തരവാദിത്വം CPM ഏറ്റെടുത്തേ പറ്റൂ. ഇടതുപക്ഷ രാഷ്ട്രീയം ഇവിടെ അപകടത്തിൽപ്പെടുത്തി ഈ വോട്ട് കിട്ടാൻ വേണ്ടി ഏത് വർഗീയതയും കളിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറിയതാണ്. മോഡിയെ എന്ന് പറയുന്ന വ്യക്തിയെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനെ ആരാധിക്കുന്നു എന്ന് പോലും ഞാൻ പലപ്പോഴും. അല്ല, ഇവരെയൊക്കെ സമാനതകൾ കൂടി ഉണ്ടല്ലോ. സമാനതകൾ എല്ലാത്തിലും സമാനതകളല്ലേ, എല്ലാത്തിലും സമാനതകളല്ലേ. അതുകൊണ്ട് ആ നിലയിൽ വരുന്ന നിലപാടുകൾ ആണ് ഇവിടെ വർഗീയത വളർത്തുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. കൊല്ലത്തൊക്കെ വലിയ രീതിയിൽ തുറന്നു പറച്ചിലൊക്കെ ഉണ്ട്. MABBന്റെ ഒക്കെ പല സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ആലപ്പുഴയിലുള്ള നേതാക്കന്മാരൊക്കെ ചില ആൾക്കാർ, ഇടുക്കിയിൽ അത്തരത്തിലുള്ള ഇതുണ്ടായി, പല സ്ഥലങ്ങളിലും അത്തരത്തിലുണ്ടായി. തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഒരു തെറ്റുതിരുത്തലും കാണുന്നില്ല. ഒന്നുമില്ല. തെറ്റുതിരുത്താനുള്ള ശേഷി ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. ഒരു കർശനം എങ്ങനെ ഒരു താഴെ ഒരു തെറ്റ് ചെയ്ത ഒരു സഖാവിൻ്റെ പേർക്ക് എങ്ങനെ നടപടിയെടുക്കും? അയാൾ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ മകൾ മാസം തോറും കാശ് വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ ഒക്കൂ? എന്ത് യുക്തിപരമായ എന്ത് ന്യായീകരണം? അത് അവളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി വാങ്ങിച്ചെന്ന് പറയുന്നതാണോ ഒരു ന്യായീകരണം? എന്നാൽ അതിന് എന്ത് സർവീസ് കൊടുത്തു? അതിന് മറുപടിയില്ല. ഒരു സർവീസും കൊടുത്തില്ലെന്ന് കമ്പനി തന്നെ പറയുന്നു. അത് വരുമ്പം പിന്നെ എങ്ങനെ തെറ്റ് തിരുത്താനൊക്കും? അതിന് കൂട്ടുനിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും എതിർവാക്ക് പറയുന്നവരെ എല്ലാം അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു സംസ്കാരവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഒരാളുടെ പേർക്ക് നടപടിയെടുക്കാൻ സാധിക്കാത്തത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഉടലെടുത്തിട്ടുള്ള ഗ്രൂപ്പ് തിരുത്തൽവാദിയും നന്മയും തിന്മയും തമ്മിലുള്ള ഗ്രൂപ്പുകളല്ല. ഈ തിന്മയും രണ്ട് ഭാഗത്തുമുള്ള കൊള്ള നടത്തുന്നവർ തമ്മിലുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ചുള്ള ഗ്രൂപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഗോവിന്ദമാഷ പോലെയുള്ള ഒരു വളരെ ദുർബലനായ ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയെ കൊണ്ട് ഈ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? ഗോവിന്ദമാഷ് എന്ന വ്യക്തിയോട് ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പല ചർച്ചകൾക്ക് വന്നിട്ടുണ്ട്. അന്ന് വ്യക്തിപരമായി എനിക്ക് ബഹുമാനം തോന്നിയ വ്യക്തിയാണ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് പരിതപിക്കാനേ സാധിക്കുന്നുള്ളൂ അദ്ദേഹത്തിനെ പോലൊരു വ്യക്തിയിൽ നിന്ന്. പക്ഷെ ആ പാർട്ടിയുടെ സെറ്റപ്പ് വെച്ച് അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാനൊക്കത്തുള്ളൂ. അതായിരിക്കാം കാരണം. അല്ലെങ്കിൽ ഗോവിന്ദമാഷിനെ പോലൊരാൾ ഇങ്ങനെ അധപ്പതിക്കുന്ന നിലയിലേക്ക്, ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമാകുന്ന നിലയിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ മനുഷ്യനോട് സഹതാപം മാത്രമാണ്. ഈ LDF കൺവീനർ EP ജയരാജനെതിരെ പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രതികരണമൊക്കെ ഉണ്ടാകുന്ന BJP ബന്ധം. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒന്നും യാതൊരു നടപടിയും സ്വീകരിക്കാൻ വേണ്ടി പാർട്ടിക്ക് കഴിയുന്നില്ല. എന്താണ് ഇവർക്കൊക്കെ സംഭവം? എങ്ങനെ നടപടിയെടുക്കും? പ്രകാശ് ജാവദേക്കർ സാധാരണഗതിയിലൊരു ഇടതുപക്ഷ പാർട്ടിയിൽ, ഇപ്പം എൻ്റെ RSP പോലൊരു പാർട്ടിയിലാണെങ്കിലും ഒരു BJP നേതാവ് വന്ന് ഒരു കാര്യമില്ലാതെ ഞങ്ങളുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ പോയി രഹസ്യമായി കണ്ട് ആ വാർത്ത പുറത്തു വന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും, അതിന് നടപടിയെടുക്കും. ഇവിടെ സ്വന്തം വീട്ടിലല്ല, മറ്റൊരു ആക്കുളത്തെ മകന്റെ വീട്ടിൽ ഒരു രഹസ്യ സങ്കേതം എന്നുള്ള നിലയിൽ അവിടെ വരാൻ പറഞ്ഞു. അല്ലാതെ അതിലേ കൂടെ പോയപ്പം കയറി ചായ കുടിച്ചല്ലോ. സ്വാഭാവികമായിട്ട് അവിടെ വരാൻ പറഞ്ഞു, കണ്ടു, പോയി. നടപടിയെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉന്നത നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ EP വിളിച്ച് പറഞ്ഞാൽ തീർന്നില്ലേ? EP-യുടെ നടപടി എടുത്ത് നോക്കട്ടെ. EP പറയും പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. എന്താണ് സംസാരിച്ചത്? അതാ പ്രചരണ കാലയളവിൽ നമുക്ക് മനസ്സിലായി. BJP ഇവിടുന്ന് ജയിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് 1-2 സീറ്റ് കിട്ടണം, കോൺഗ്രസിനെ തോപ്പിച്ച് കിട്ടണം, ഇതായിരുന്നു എന്ന് സ്വാഭാവികമായി അനുമാനിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അല്ല, അതിൻ്റെ കൂടി വായിക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. അത് ഇലക്ഷൻ വരെ വലിയ രീതിയിൽ കരിമണൽ കേസ് വലിയ വിഷയമായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കരുവണ്ണൂർ കേസ് വലിയ വിഷയമായിരിക്കുന്നു. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിനെതിരെ ED നോട്ടീസ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവസാനിച്ചു. ഇപ്പോൾ ഒന്നുമില്ല. 2021 ഇലക്ഷന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ഓർത്തു നോക്ക്. ഇതുപോലെ അന്ന് ഞാനൊക്കെ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡ്രാമ ആപത്ത് മനസ്സിലായി. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മതേതര നേതാവിനെ, ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സംരക്ഷകനെ
EDയും കേന്ദ്ര ഏജൻസി വന്ന് വേട്ടയാടുന്നു. ഇത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഇത് പുള്ളിക്ക് അനുകൂലമായിട്ടുണ്ടാക്കിയ ഒരു വികാരം ഓർക്കുന്നില്ലേ? അന്നാണ് വലിയ നാടകം നടന്നത്. അമിത്ഷാ വന്ന് എന്തോ പറഞ്ഞതിന് പകരം പിണറായി വിജയന്റെ മാസ് ഡയലോഗ് അമിത്ഷാ അന്ന് അത് മാത്രമേ ഉള്ള ഒരു പ്രസംഗം 8 വർഷത്തിനിടയിൽ ഒരു എതിരായിട്ട് അതും നരേന്ദ്രമോദിയെ പറഞ്ഞില്ല, അതും പറഞ്ഞ അമിത്ഷായുടെ തടിയൊന്നും പോരാ എന്ന് പറഞ്ഞ മാസ് ഡയലോഗ് കയ്യടി വാങ്ങിച്ചു. അത് ആ അന്വേഷണവും രണ്ടാമത് ഇവർ വന്നപ്പോൾ തീർന്നല്ലോ. പിണറായി വിജയൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തീർന്നല്ലോ. വീണ്ടും അടുത്ത ഇലക്ഷൻ ആയപ്പോൾ വീണ്ടും അതേ തന്ത്രവുമായി വേട്ടയാടുന്നു എന്ന് പ്രചരിപ്പിക്കാനുള്ള തന്ത്രവുമായി വന്നു. ഇലക്ഷൻ കഴിഞ്ഞോടെ അതിന്റെ വഴിക്ക് പോയി. ഇനി ഇവർ 2026 ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും വരും, ഒരു നമ്പറായിട്ട് വീണ്ടും എന്തും വരും, എന്നെ വേട്ടയാടുന്നു എന്ന് പറയാൻ വേണ്ടി. പക്ഷെ അതൊക്കെ തിരിച്ചറിഞ്ഞ സമൂഹം എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നിരവധിയായ ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ വന്നു. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വന്ന ആരോപണങ്ങൾക്ക് ഒരു കൈയും കണക്കില്ല. പക്ഷെ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് കറക്റ്റായിട്ട് ആളുകൾക്കിടയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടി UDF കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇന്നത്തെ കാലഘട്ടം പഴയതുപോലുള്ള സമരങ്ങളുടെ ഒന്നും കാലഘട്ടം. ഇന്നിപ്പോൾ പൊതുയോഗങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഇല്ല. മറ്റേ ഒരു നാട്ടിൻപുറത്തൊരു നേതാവ് പൊതുയോഗത്തിന് വന്നാൽ സ്വന്തം പാർട്ടിക്കാർ മാത്രമല്ല, ഒരു മൈക്ക് അനൗൺസ്മെന്റ് എടുക്കുമ്പോഴത്തേക്കിന് ബാക്കി ഒരു വലിയ സമൂഹം എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും നിഷ്പക്ഷരും എല്ലാവരും വരും. ആ ഒരു പ്രസംഗത്തിനൊരു സ്വാധീനവും അതുകൂടെ അല്ലെങ്കിൽ വലിയ റീച്ച് ഉണ്ടാകും. ഇന്നിപ്പം വണ്ടിയിലിട്ട് ആളിനെ കൊണ്ടെടുത്താൽ നമ്മുടെ പാർട്ടിക്കാരെ എടുത്ത് പ്രസംഗിപ്പിക്കുന്നല്ലാതെ വേറെ ഒരു സമൂഹത്തിലേക്ക് വരുന്നില്ല. അന്നേരം രാഷ്ട്രീയം മാറി. UDF ഇപ്പം പലപ്പോഴും കോവിഡിന്റെ സമയത്ത് സമരം ചെയ്യേണ്ടി വന്ന ന്യായമായ വിഷയം, സ്പ്രിംഗ്ലർ അടക്കമുള്ള വിഷയം വന്നപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു. അന്ന് ജനം പറഞ്ഞ യുവമാർക്ക് ഈ സമയത്താണോ വീട്ടിലിരിക്കുന്നതിന് ഒരു സമരം, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്, കോവിഡിന്റെ വ്യാപാരികളാണെന്ന് പറഞ്ഞ് ശവിച്ചയാണ്. ഇന്ന് അതേ സമൂഹം ഇത് കാണുമ്പോൾ സമരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നാണ് സമരം ഇല്ല എന്ന് വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന അന്നേരം തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓരോ വാർത്തയും എത്തുന്നുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ അത് 2021 ഇലക്ഷന് മുമ്പ് എൻ്റെ ഒരു ബന്ധു, ഒരു പെൺകുട്ടി, അന്ന് ഉണ്ടായിരുന്ന പിണറായി വിജയൻ വികാരം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് തർക്കിച്ചു. പക്ഷെ അവസാനം ആ കുട്ടി പറഞ്ഞ, ഞാൻ നീ ഇതൊക്കെ എവിടുന്ന് കേട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളാരും TVയും വായിക്കത്തില്ല, TVയും കാണത്തില്ല, പത്രവും വായിക്കത്തില്ല, ഞങ്ങൾ ഇൻസ്റ്റ അടക്കമുള്ള ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണ്. അതേ കുട്ടി ഇപ്പം പിണറായി വിജയനെ ഏറ്റവും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, എന്തോ ആടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. അതായത് ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ള റോളുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള സ്വാധീനം ഉണ്ട്. അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ട്. ഈ കേരളത്തിലെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഈ LDF ഭരണത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുത്തിരിക്കുന്നു. ഭയങ്കരമായ ആളുകൾ ഈ ഭരണം ഇന്ന് അവസാനിച്ചാൽ ഇന്ന് രക്ഷപ്പെടാമെന്നുള്ള രീതിയിലേക്ക് മനസ്സുകൊണ്ട് മാറിയിട്ടുണ്ട്. ഇത് കൃത്യമായി പ്രചരണത്തിന് രംഗത്ത് കൊണ്ടുവന്ന് UDF അത് അടുത്ത തവണയെങ്കിലും കൃത്യമായി നല്ല ഭൂരിപക്ഷത്തിലേക്ക് അധികാരം തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു കൃത്യമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDFനെ കൊള്ളത്തില്ല, അതുകൊണ്ട് UDF വോട്ട് ചെയ്യുന്നുള്ള ഒരു സാഹചര്യമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള 1.5 വർഷക്കാലം ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. LDFനെ കൊള്ളാത്തത് കൊണ്ട് UDFനെ വോട്ട് ചെയ്യുന്നതല്ല, UDFനെ കൊള്ളാം എന്ന് സമൂഹം അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടവും ഈ ഗവൺമെന്റ് കാലഘട്ടവും പരിശോധിക്കാമല്ലോ. അല്ല, അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും. തീർച്ചയായും. കാരണം എപ്പോഴും തുലനം ചെയ്തുകൊണ്ടാണല്ലോ ആളുകൾ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാത്തിനെയും എതിർക്കല്ല. ഞങ്ങൾ വന്നാൽ ഇന്നയൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാമ്പയിനുമായിട്ട് ഞങ്ങൾ പോകും. വന്നാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ഇപ്പം ഈ വികസനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് കേരളത്തിലെ യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു വികസന പ്രവർത്തനം നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ട് പറയുന്നു നിരവധിയായ വികസനങ്ങൾ നടക്കുന്നു. ശരിക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ വികസനങ്ങളുടെ അതിലേക്ക് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും അതിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെയാണ് പലപ്പോഴും നടത്തിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ഞങ്ങളാണ് വികസനം നടത്തിയിരിക്കുന്നത് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നല്ലോ ഇത്. ആര് എന്ത് പറഞ്ഞാലും നമുക്കറിയാവുന്നതാണ്. കൊച്ചിൻ മെട്രോ യാഥാർത്ഥ്യമായത്, കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമായത്, വിഴിഞ്ഞം അന്താരാഷ്ട്ര ഹാർബർ യാഥാർത്ഥ്യമായത്, പോർട്ട് യാഥാർത്ഥ്യം, ഇതെല്ലാം അന്നത്തെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം ആ നിലയിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ അന്ന് ഞങ്ങളുടെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ നിന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഇൻലൻഡ് വാട്ടർവേയുടെ. നമ്മളിപ്പം ദേശീയപാത വന്നു, ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല.
ഈ കാർഗോ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും ചീപ്പായിട്ട് അതിലേക്കൂടെ പോകാൻ നോക്കും. അന്ന് 90% വർക്ക് തീർന്നെന്ന് വിചാരിച്ചിരുന്നതാണ്. 8 വർഷമായി അതെവിടെയെങ്കിലും എത്തി? ഒന്നും തൊട്ടില്ല, എങ്ങും തൊട്ടിട്ടില്ല. അന്നേരം ഈ കേരളത്തിൽ ആ കാര്യത്തിൽ സ്തംഭനാവസ്ഥയാണ്. അന്ന് മുന്നോട്ട് വന്ന ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ പോലും 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. ഈ പദ്ധതികൾ അഡാണിയുടെ പദ്ധതി ആയതുകൊണ്ട് ഒരുപക്ഷെ കുറെ കൂടെ താല്പര്യം വന്ന് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. കൊച്ചിൻ മെട്രോ അന്ന് തന്നെ ഏകദേശം അതിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിച്ച് നിന്നുകൊണ്ട് അത് പൂർത്തീകരിച്ചു. കണ്ണൂർ വിമാനത്താവളം വന്നു. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ സ്കോപ്പ് എന്താണ്? വടക്കൻ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ഇതാണ്ടിയത്. ആ നിലയിൽ എന്തെങ്കിലും വിമാനങ്ങൾ അവിടെ വരുന്നുണ്ടോ? അതിപ്പോ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പോലെ ഇരിക്കുക. അയ്യോ, അത് കഷ്ടമല്ലേ? ഒരു ഭരണ സംവിധാനത്തിന് യാതൊരു വിഷനും ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ലേ കണ്ണൂർ വിമാനത്താവളം ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. പിന്നെ ആകെ പറയാനുള്ള കൊച്ചിൻ വാട്ടർ മെട്രോ തുടങ്ങി. ശരിയാണ്, അത് പക്ഷേ എത്രത്തോളം നമ്മുടെ നാട്ടിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്? അല്ല, അത് അധികം ബോട്ടുകളില്ല, വളരെ പരിമിതമാണ്. ഉള്ള സൗകര്യം വെച്ച് ഒരുപാട് ബോട്ട് ഉണ്ടാക്കുകയും വലിയ രീതിയിൽ മാറ്റം വരുത്തേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാൻ, ഈ നിരന്തരമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അത് നമ്മളിനി ചർച്ച ചെയ്യണം. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ നിങ്ങൾ വായിച്ചു. കേന്ദ്രം അറിയിച്ചില്ല, കേന്ദ്രം അറിയിക്കാൻ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെപ്പോലെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യാനില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത് പിണറായി വിജയൻ ധരിച്ചിരിക്കുന്ന ഡിസാസ്റ്റർ കഴിഞ്ഞുള്ള മാനേജ്മെന്റ്. ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യാനും ഡിസാസ്റ്ററിന്റെ ആഘാതം മിറ്റിഗേറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കണ്ണൂർ, വയനാട് കേന്ദ്രീകരിച്ച് 200 സ്റ്റേഷനിൽ കാലാവസ്ഥാ വ്യതിയാനം കഴിഞ്ഞ 5 വർഷമായി പഠിക്കുന്ന ഒരു സംഘടനയുണ്ട്. അവര് ഇതിന്റെ തലേ ദിവസം കളക്ടർ അടങ്ങുന്ന ഗ്രൂപ്പിൽ ഈ മേഖലയിൽ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം അടക്കമുള്ള എല്ലാ മേഖലയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഉരുൾപൊട്ടലിന്റെ സാധ്യത അറിയിച്ചു. ഇത് അറിയിച്ച് കണ്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ചെന്ന് ചിലരെ ഒഴിപ്പിക്കാൻ നോക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ പറഞ്ഞു, പക്ഷെ കളക്ടർ അനങ്ങിയില്ല, ഗവൺമെന്റ് അറിഞ്ഞില്ല, ഗവൺമെന്റ് അനങ്ങിയില്ല. അന്നേരം സംവിധാനങ്ങളില്ലാത്തതല്ല ഇവര് ഈ പറഞ്ഞ പോലെ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദുരന്തം നടന്ന അന്ന് വൈകിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ക്യാപ്റ്റൻ ഇറങ്ങി. എന്തൊരാശ്വാസമാണ് ക്യാപ്റ്റന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ദുരന്തങ്ങൾ കാത്തിരിക്കുന്ന ക്യാപ്റ്റനല്ല ദുരന്ത മേഖലയിൽ എത്തുന്ന, കഴുകനാണ് ദുരന്ത മേഖലയിൽ എത്തുന്നത്. ആ നിലയിലേക്ക് മാറുന്നു. അന്നേരം ഇതൊക്കെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ചർച്ചയും ഉണ്ടാകുന്നില്ല. അതെല്ലാം ഈ ഡെവലപ്മെന്റ് ഓറിയന്റഡ് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയാണ്. വാട്ട് ഈസ് അവർ സ്ട്രാറ്റജി? എല്ലാ വർഷവും നടക്കുന്നു, എന്ത് തടയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇവർ വിദേശത്തേക്ക് പോകുന്നുണ്ട്. എന്താണ് ഇവർ പഠിക്കുന്നത് ശരിക്കും? അതൊക്കെ ഞാൻ 40-50 രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ്. യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ പ്രധാന പട്ടണങ്ങളുടെ നടുക്കൊരു ലേക്കുണ്ട്. ഏത് ടൂറിസ്റ്റ് പോയാലും സെന്റർ ഓഫ് ദ സിറ്റി ലേക്കാണ്, ലേക്കിന്റെ ചുറ്റുമാണ്. നമ്മൾ ലേക്കിന്റെ അവിടെ പോകും. ഇത് പിണറായി വിജയനും അങ്ങനെ പോയതാണ്. പോയതിനൊരു ന്യായീകരണം പറഞ്ഞ് ഞങ്ങൾ റൂം ഫോർ റിവർ കണ്ടുപിടിക്കാൻ പോയതാണ്. അത് ചുമ്മാ ഈ പോകുന്നവർ, അല്ലെങ്കിൽ എല്ലാ ടൂറിസ്റ്റും പോകുന്നവരെ പിണറായി വിജയൻ അവിടെ പോയി എന്നല്ല, അതിനപ്പുറത്തേക്ക് അതിന് ഒരു ഇമ്പോർട്ടൻസ്, അവിടെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തികൾക്കറിയാം അതിനൊരു ഇമ്പോർട്ടൻസും ഇല്ലെന്നറിയാം. പിന്നെ അതെല്ലാം ഇന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ രീതിയാണ്. തൻ്റെ അടുത്തോടുകൂടി ഞാനൊരു ഹോളിഡേക്ക് പോയതാണെന്ന് പറയാനതിന് പകരം അവിടെ പോയി പഠിച്ചു, അത് കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പാപ്പരത്തം മാത്രമാണ്. എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഇലക്ഷൻ വരുന്നു, അത് തൊട്ടടുത്ത് തന്നെ നിയമസഭ ഇലക്ഷൻ വരും. എങ്ങനെയാണ് ഈ UDF എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഞങ്ങൾ വളരെ മുന്നൊരുക്കം ചെയ്തു തന്നെ പോകുന്നതാണ്. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് UDF ഒരു പ്രത്യേകിച്ച് ജനാധിപത്യ കക്ഷിയായ കോൺഗ്രസിനകത്തൊക്കെ ഒരു കേഡർ ബേസ് പാർട്ടി പോലുള്ള അച്ചടക്കം താഴോട്ടുണ്ടാകുന്നില്ല. അന്നേരം പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും റിബൽ ശല്യവും ഒക്കെ ഉണ്ടാകും. ആ റിബൽ ശല്യം 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ ഇലക്ഷനെ വല്ലാതെ ബാധിക്കും. സ്വാഭാവികമാണ്. തോറ്റു നിൽക്കുന്നവർ, ഈ തോക്കുന്ന ആരും നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നതാണ്, തോക്കുന്ന ആരും എൻ്റെ കുറ്റം കൊണ്ട് തോറ്റു എന്ന് പറയത്തില്ല. ഗ്രൂപ്പായി അല്ല, ജയിക്കുന്നവരെല്ലാവരും പറഞ്ഞാൽ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ജയിച്ചു. ഞാൻ എടുക്കുന്ന നിലപാട് ജയിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടാണെങ്കിൽ തോക്കുന്നത് എൻ്റെ കഴിവുകേട് കൊണ്ടാണ്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ആരും കാണുന്നില്ല. എന്നാൽ ഈ തോക്കുന്നവർ പറയുന്നത്, ബാക്കിയുള്ളവർ പറയുന്ന അയാൾ വോട്ട് ചെയ്തില്ല, അവർ വാലുവാരിയാണ്,
അതിൻ്റെ ദേഷ്യം മൊത്തം അവർ തീർക്കുന്ന ഇതാണ്. ഞങ്ങൾ ഇത്തവണ മുൻകൂട്ടി ചർച്ച ചെയ്ത് അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ആഘാതം മിനിമൈസ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്ത് പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് ഗൗരവത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്, അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കും. ഈ ചവറ മണ്ഡലം യഥാർത്ഥത്തിൽ RSPന്റെ ഉള്ളംകൈയിൽ നിന്നായിരുന്നു. പക്ഷേ അവിടെ ചില പരാജയങ്ങൾ സംഭവിച്ചു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വളരെ സജീവമായി ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല, ചവറ RSPയുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. അത് എൻ്റെ പിതാവിൻ്റെ കാലഘട്ടത്തിലെ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയം മാറി. നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ മൊത്തത്തിലുണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ, അത് സാമുദായിക മതചിന്താഗതി വളരുന്നതൊക്കെ. ചവറ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ പിതാവ് ഏകദേശം 50 വർഷം പ്രതിദാനം ചെയ്തതാണ്. പക്ഷെ ചവറയുടെ സവിശേഷത ആർക്കും അറിയില്ല. അദ്ദേഹം ജനിച്ച സമുദായം എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂനപക്ഷം മാത്രമാണ്. 10-12% മാത്രം വോട്ടുള്ള ഒരു വിഭാഗമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിലാണ് 50 വർഷം അദ്ദേഹം ജയിച്ച് 2 തവണ ജയിച്ചു. അന്നേരം മതേതരത്വത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ ഇന്ന് കേരളത്തിൽ ഇടതാണെങ്കിലും നക്സലൈറ്റ് ആണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അവിടുത്തെ പ്രബല സമുദായം ഏത് എന്ന് നോക്കി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ചവറ പോലൊരു മണ്ഡലം ഉണ്ടായത്. അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായി. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സമുദായത്തിന് വോട്ട് ചെയ്യാൻ ഒരു കാരണം ഉണ്ടാകും. ഏതെങ്കിലും ഒരു സമുദായം എന്നുള്ളത് ഓരോ സമുദായത്തിനും വോട്ട് ചെയ്യാൻ, വ്യത്യസ്തമായി ചിന്തിക്കാൻ ഒരു കാരണം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ചില സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാലും RSP പോലൊരു പാർട്ടിക്ക്, ഐക്യജനാധിപത്യ മുന്നണിക്ക് അവിടെ നിർണായകമായ വേരോട്ടം ഇപ്പോഴും ഉള്ളതാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം അടുത്ത ഇലക്ഷനിൽ എന്തായാലും മത്സരിക്കുക? അല്ല, അതൊന്നും തീരുമാനിച്ചില്ല. ഞങ്ങളുടെ പോലൊരു പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എനിക്കൊരു പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല. ഉണ്ട് തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ആ പാർട്ടി തീരുമാനിക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും എന്താന്ന് വെച്ചാൽ അതങ്ങനെ ആയിരിക്കും. എന്തായാലും എൻ്റെ ഒരു വ്യക്തിപരമായ തീരുമാനത്തിനോട് പ്രസക്തിയില്ല. ഓക്കെ, ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ സഹകരിച്ചത് നന്ദി.